ഞാൻ ഇൻസ്റ്റ വഴി യൂട്യൂബ് വഴി സ്ക്രോൾ ചെയ്ത് ബൈ ചാൻസ് കണ്ടതാണ്. സാറിൻ്റെ കുറച്ച് ക്ലാസ്സൊക്കെ ജസ്റ്റ് കണ്ടു. അപ്പോൾ തോന്നി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നി. അതിൽ തന്നെ സിലബസിലുണ്ടെന്ന് കേട്ടപ്പോഴേ അത്യാവശ്യം ഭയങ്കര ഡെസ്പായിരുന്നു. മാത്സ് ഓൾറെഡി വിട്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. സോ അതിനാണ് ആദ്യമേ പറഞ്ഞത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് കൂടി കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് മാത്സിന് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണം എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് കൂടുതലും ഇപ്പം ഹിസ്റ്ററി പരമായിട്ടുള്ള കാര്യങ്ങൾ, ബ്രിട്ടീഷ് ഹിസ്റ്ററി അങ്ങനെയുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. വർക്കുകൾ, ഓതേഴ്സിനെ തമ്മിൽ അതിൻ്റെ ഇയറൊക്കെ ഒരുപാട് ഇയർ ഉണ്ടായിരുന്നു. അത് മെമ്മറൈസ് ചെയ്യുന്ന ഒരു ടാസ്ക് ആയിരുന്നു. ഞാൻ ഇൻസ്റ്റ വഴി യൂട്യൂബ് വഴി സ്ക്രോൾ ചെയ്ത് ബൈ ചാൻസ് കണ്ടതാണ്. അപ്പം ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്കും പിന്നെ വീഡിയോസൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കി. അപ്പോൾ സാറിൻ്റെ കുറച്ച് ക്ലാസ്സൊക്കെ ജസ്റ്റ് കണ്ടു. അപ്പോൾ തോന്നി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നി. കുറച്ചുകൂടെ നേരത്തെ ഒരു പങ്ക്ച്വലായിട്ട് എല്ലാം ചെയ്യണം. എനിക്ക് കുറച്ച് ട്രാക്കിലേക്ക് എത്താൻ എപ്പോഴും കുറച്ച് ടൈം എടുക്കും. ഒത്തിരി പേര് ഒത്തിരി പ്രിപ്പയർ ചെയ്തിട്ടും കിട്ടുന്നില്ല. ഇത് ഇത്ര അറ്റംപ്റ്റ് ആയി, കിട്ടുന്നില്ല. ഇത് തന്നെ കേൾക്കുവാണെങ്കിൽ നമ്മൾ ഓർക്കും അവർക്ക് ഇത്രയും നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്കും കിട്ടില്ലായിരിക്കും. അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. നമ്മൾ മാക്സിമം കൊടുക്കുക, മാക്സിമം എഫർട്ട് ഇടുക. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും.